അപ്പോൾ മച്ചാന്മാരെ ഏറിച്ചുകൊണ്ടുവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട്, ഞാൻ ചാനലിലിടും, എല്ലാവരും കാണണം. പിന്നെ ഇതാ കടുകപ്പാരുണ്ട്, ചെമ്പല്ലി, അങ്ങനെ അത്യാവശ്യം കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് പൊരിക്കാൻ പോകാം. നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി പൊരിക്കലെന്ന് വെറൈറ്റി പൊരിക്കൽ. അപ്പോൾ ഓക്കെ, മുറിക്കാനാ പണി, ഭയങ്കര കുറച്ച്. അപ്പോൾ ഇതാ നമ്മൾ കടുകപ്പാരനെ ഫസ്റ്റിനെ മുറിച്ചിട്ടുണ്ട്. ഇതാ കടുകപ്പാര നമുക്ക് ഇതേപോലെ തോല് പൊളിക്കാൻ പറ്റും. തോല് പൊളിക്കണം എന്നില്ല, ഞാൻ തോല് പൊളിച്ചിട്ട് വെക്കല്ലോ. കണ്ടോ, കത്തിക്ക് മൂർച്ചയില്ല കേസ്. ബാക്കിയില്ല, ചെമ്പലിൻ്റെ തൂളി കടഞ്ഞിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ മീൻ ഏകദേശം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ചട്ടിയിലെല്ലാം ഓക്കെ ഉണ്ട്. ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് കഴുകുക. ഇതിൻ്റെ പുതിയൊരു മസാലയാണ് ആക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം. അപ്പോൾ മുറിച്ച മീനിൽ നമ്മൾ പിന്നെ കല്ലുപ്പിട്ടിട്ട് ഒന്ന് കഴുകുന്നുണ്ട്. കല്ലുപ്പിട്ടിട്ട് കഴിക്കഴിഞ്ഞാൽ കച്ചറയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ മൊത്തം പോവും. ചെറുങ്ങനായി ഇതിനൊന്നും അങ്ങനെ കച്ചറയൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ഇറക്കങ്ങ് ഇറക്കുക. സംഭവം എത്രയില്ലു. അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് മീനും മുറിച്ചിട്ടുണ്ട്. ചെമ്പല്ലൊക്കെ നല്ല നൈസായി മുറിച്ചിന്. പൊരിക്കുന്നുണ്ടാണ് ഞാൻ ഫുൾ സൈസ് എടുത്തിന്. പിന്നെ അപ്പോൾ ഇതിൻ്റെ മസാല ആക്കലാണ്. അപ്പോൾ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് അടിക്കലാണ്. ബാക്കിയെല്ലാം പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. അപ്പോൾ മുളക് പൊടി കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല, പൊരിക്കുന്നതല്ലേ. അതിന് ശേഷം കുരുമുളക് പൊടി ലേശം ഇട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് വെള്ളത്തിൽ, ഞാൻ എന്തായാലും വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം വെളിച്ചെണ്ണയാലും മതി. പിന്നെ ഞാൻ ഇന്ന് വെള്ളമാണ് എടുക്കുന്നത്. നല്ലോണം മിക്സായി കൊടുക്കുക. പിന്നെ ഇതിൽ ചെറുനാരങ്ങെല്ലാം പീയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ചെറുനാരങ്ങയൊന്നും പീയുന്നില്ല. അടുത്തത് അതേപോലെ മസാല ആയി കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം പേസ്റ്റ്, എടുത്തു വെച്ച പേസ്റ്റ് അതുപോലെ ഇത് തട്ടുക. മീനിങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് പെരക്കി കൊടുക്കുക. പെരക്കിയ നാളെ ചെമ്പല്ലിയും കടുകപ്പാരലും നേരെ പൊരിക്കേണ്ടിയിട്ട് തങ്ങനെ പോക്കാണ്. അപ്പോൾ നമ്മൾ പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ കായണം. കാഞ്ഞതിന് ശേഷം കരിവേപ്പിലയും കൂടി അങ്ങ് ഇട്ടിട്ട് വേണം പൊരിക്കാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ മസാല പെരക്കി വെച്ച മീനിനെ പൊരിക്കലാണ്. ഓരോന്നിനും ആരോടും പറയേണ്ട കേസ്, വീട്ടിലെ ഗ്യാസ് തീർന്നത്. നമ്മൾ നേരെ മുകളിലത്തെ വീട്ടിൽ മച്ചന്മാരെ, നമ്മൾ വീട്ടിലെ ഗ്യാസ് തീർന്നു പോയി. ഇത് നേരെ മുകളിലത്തെ വീട്ടിൽ വന്നിട്ടാണ് ഇനി ബാക്കി പരിപാടി. നല്ല അടിപൊളിയായിട്ട് പൊരിയുന്നുണ്ട്. നമ്മൾ നൈസായിട്ട് മറച്ചിട്ട് കൊടുക്കും. മച്ചന്മാരെ, നമ്മളെ ഇതാ ഇന്നത്തെ പിന്നെ മീൻ പൊരിച്ചത്, മീൻ ഫ്രൈ വേണ്ട, അതിൻ്റെ കളർ തന്നെ വേണ്ട, എന്നാ പറയണ്ടേ, അടിപൊളിയായി പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടുത്തതായി ഇത് എൻ്റെ വിറക്ക് പോയിട്ട്
ചോറിൻ്റെ ഒക്കെ ടേസ്റ്റ് നോക്കാൻ പോക്കാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ മീൻ പൊരിച്ചത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ടേസ്റ്റ് നോക്കലെല്ലാം വീട്ടിൽ പോയിട്ടാണ്. പിന്നെ ഇത് മണം കേൾക്കുമ്പോൾ തന്നെ തിന്നാന്ന് തോന്നുന്നു, അതിന് വെള്ളം പൊട്ടുന്നപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ പിന്നെ നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഏതായാലും ചോറിൻ്റെ ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുന്നു. പിന്നെ ഞാൻ ചെമ്പല്ലി എടുത്തിന്, എനിക്ക് ചെമ്പല്ലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊള്ളുന്നു. അപ്പോൾ ചോറിൻ്റെ ഒക്കെ ഇതാ ഇതേപോലെ ഇങ്ങനെ ഇറച്ചിങ്ങനെ നുള്ളിയെടുക്കുക. നല്ല ചൂടുണ്ട്. വെള്ള ഇറച്ചിയാ, നല്ല ചൂടില്ലോണ്ട് ഭയങ്കര ഇത്. അപ്പോൾ നോക്കുന്നുണ്ടേ. മാരകം. അപ്പോൾ നമ്മൾ ഫിനിഷ് ആക്കാൻ പോക്കാണ്. ഓക്കെ.